അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകം ഇന്ന് പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ് ഏത് ഘട്ടത്തിലാണ് മനുഷ്യൻ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയെന്നതും പരിസ്ഥിതി ഒരു ആഗോള ചർച്ചാ വിഷയമായി മാറിയെന്നതും നമുക്ക് ദർശിക്കാനാവും. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരുപാട് തല ഉയർത്തി നിൽക്കുന്ന കാലമാണിത്. പല രാഷ്ട്രങ്ങളും പല ഭൂഖണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കൂട്ടായ്മകൾ രൂപീകരിക്കുകയും ഒരുപാട് ഏജൻസികളും NGOകളും രൂപീകരിക്കുകയും അതിനുവേണ്ടി ഓരോ ദിവസവും ധാരാളം പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി എന്നു മുതലാണ് നമുക്കൊരു പ്രശ്നമായത്? കുറച്ചു നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി വലിയ വിഷവാതകങ്ങൾ പുറത്തു വന്നതും കേരളം അതേക്കുറിച്ച് സംസാരിച്ചതും. ഇക്കഴിഞ്ഞ വേനലിൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ പ്രധാന നഗരമായ ബാംഗ്ലൂരിൽ ജലദൗർലഭ്യം നേരിടുകയും കടുത്ത നിയമ നടപടികൾ തന്നെ ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തു. ബാംഗ്ലൂരു കോർപ്പറേഷൻ പരിധിയിലെ അമിത ജലം ഉപയോഗിക്കുന്നവർക്ക് അവർ കടുത്ത ശിക്ഷ നടപ്പിലാക്കി. വാഹനം കഴുകുന്നതും മറ്റു അത്യാവശ്യമല്ലാത്ത ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നതും വിലക്കേർപ്പെടുത്തി. അത് ലംഘിച്ചവരെ തടവറയിലാക്കി. എന്തുകൊണ്ടാണ് പരിസ്ഥിതി വിഷയങ്ങൾ ഇത്ര ഗുരുതരമായി ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയെന്നതിന് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ലോകത്ത് പലയിടങ്ങളായി നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നത് മുതൽ കടലിലെ അജൈവ മാലിന്യങ്ങളുടെ പ്രശ്നങ്ങൾ മുതൽ പല നഗരങ്ങളിലെയും മലിനജലം, മലിനവായു, ശബ്ദ മലിനീകരണം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. കൂടാതെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, തീരശോഷണം, പ്ലാസ്റ്റിക്, വേസ്റ്റ് മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ തുടങ്ങി ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. മാത്രമല്ല ജലക്ഷാമം പോലുള്ള പൊതുനിരത്തിലെയും പൊതുസ്ഥലങ്ങളിലെയും മലിനീകരണം പോലുള്ള പ്രശ്നങ്ങൾ വേറെയും. പരിസ്ഥിതിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തു തുടങ്ങിയിട്ട് അമിത കാലമൊന്നുമായിട്ടില്ല. 1970 റോമിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിൽ ചേർന്ന ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന പ്രമേയമാണ് ഇന്ന് നാം കാണുന്ന പരിസ്ഥിതി സങ്കല്പങ്ങളുടെ പ്രധാന അടിസ്ഥാനമെന്ന് നമുക്ക് പറയാം. കാരണം ലോകത്ത് പലതരത്തിലുള്ള മലിനീകരണ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ ഇതിനെല്ലാം പരിഹാരം വേണമല്ലോ എന്നും ലോകത്ത് മനുഷ്യർ ഉപയോഗിക്കുന്ന പ്രകൃതി വസ്തുക്കൾ അതൊന്നും അനന്തമല്ല, അതിനെല്ലാം പരിമിതിയുണ്ട്, അമിതമായ ഉപയോഗത്തിൽ അത് തീർന്നു പോകുമെന്നൊക്കെ പറയുന്ന ഒന്നാണ് ഈ ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന ആധുനിക പരിസ്ഥിതി അവലോകനത്തിൻ്റെ പ്രധാന രേഖയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു ഏജൻസികളുടെയും എല്ലാം ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ ദിനവും പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒട്ടേറെ ഫോർമുലകളും കൂട്ടായ്മകളുമെല്ലാം ലോകത്ത് പല രാജ്യങ്ങളുടെ കീഴിലും രൂപം കൊള്ളുന്നത്. എന്നാൽ ഇതിനെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് വ്യക്തമായൊരു പാരിസ്ഥിതിക അവബോധവും പരിസ്ഥിതി സങ്കല്പവും പകർന്നു നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംരക്ഷിക്കേണ്ടതെന്നും ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ഇതര ജീവജാലങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് വകവെച്ചു കൊടുക്കേണ്ടതെന്നും ഭൂമിയിലെ വിഭവങ്ങളായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജലവും മരവും വായുവും കടലും പുഴയും വൃക്ഷവും എല്ലാം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നും കൃത്യമായ മാർഗദർശനത്തിലൂടെ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സംരക്ഷണത്തിന്, പാരിസ്ഥിതിക അവബോധത്തിന് ഇന്ന് നിലനിൽക്കുന്ന ആധുനിക സങ്കല്പങ്ങളെയോ ആധുനിക സമീപനങ്ങളെയോ ഒന്നും ആശ്രയിക്കേണ്ട വലിയൊരു ആവശ്യമേയില്ല. കാരണം അവൻ്റെ വിശ്വാസ സംഹിതയിൽ ഇബാദത്തുകളെപ്പോലെ, ആരാധനകളെപ്പോലെ, മറ്റു കർമ്മങ്ങളെപ്പോലെ, ജീവിത വ്യവഹാരങ്ങളെപ്പോലെ പരിസ്ഥിതിക്കും അതിൻ്റേതായ ഇടവും പ്രാധാന്യവും മതം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ പരിസ്ഥിതി ദിനത്തിൽ ഇസ്ലാമിൻ്റെ പാരിസ്ഥിതിക അധ്യാപനങ്ങൾ എന്തെല്ലാമാണെന്നറിയാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും നാം തയ്യാറാവേണ്ടതുണ്ട്. മർക്കസ് സാനവിയ ഹിയാസുന്ന ഒരുക്കിയ ഗ്രീൻ ടോൾക്കിൽ അതേക്കുറിച്ച് നമുക്ക് അല്പം സംസാരിക്കാം. നമ്മുടെ ചുറ്റുപാടിനാണ് നമ്മൾ പ്രകൃതി പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പരിസ്ഥിതിയുടെ താളത്തിനൊത്ത്, അതിൻ്റെ ജൈവികമായിട്ടുള്ള താളത്തിനൊത്ത് സഞ്ചരിക്കുന്നതാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം. അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലാതെ ഒന്നും ഭൂമിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള അമിത പരിസ്ഥിതിവാദം ഒന്നും നമ്മൾ വെച്ച് പുലർത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഫർണിച്ചർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മരം മുറിക്കുന്നു, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, മറ്റു ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജലം ഉപയോഗിക്കുന്നു, വായു ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ അതൊന്നും അമിതമാവാതെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അത് പുനരുൽപ്പാദിപ്പിക്കാനും അത് പുതിയത് വെച്ചുപിടിപ്പിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ആ താളത്തിനൊത്ത്, ജൈവികമായ താളത്തിനൊത്ത് സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുക. അല്ലാതെ പ്രത്യേകമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നും സാധാരണ പരിസ്ഥിതി സങ്കല്പത്തിലില്ലേ. എന്നാൽ ഈ ചുറ്റുപാടിൻ്റെ താളം നഷ്ടപ്പെടുത്തും വിധം, ആ താളത്തെ അപകടപ്പെടുത്തും വിധം അമിതമായി പ്രകൃതിയിൽ ഇടപെടുകയും അമിതമായി ഖനനങ്ങൾ നടത്തുകയും അമിതമായി മരങ്ങൾ മുറിച്ചു മാറ്റുകയും അമിതമായി ചൂഷണം നടത്തുകയും ജലം മലിനീകരിക്കപ്പെടുകയും വായു മലിനീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പരിസ്ഥിതി മലിനീകരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം എന്തെല്ലാമാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് ലഘുവായി നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നാമെല്ലാം ഇപ്പോൾ പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ പ്രധാനമായിട്ടും പ്രമേയമാക്കാറുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദിനത്തിൻ്റെ ഒരു ചടങ്ങായി നമ്മൾ ആചരിക്കാറുള്ളത് വൃക്ഷത്തൈ നടുക എന്നാണ്. വൃക്ഷത്തിനും ഹരിതാപക്കും ഭൂമിയിൽ അതിൻ്റേതായ സ്ഥാനമുള്ളത് കൊണ്ടാണ് ഒരു മരം നടൽ എന്ന ചടങ്ങിലേക്ക് പരിസ്ഥിതി ദിനത്തെ നാം കൊണ്ടുപോകുന്നത്. എന്നാൽ കേവലം ഒരു മരം നടലിലോ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ഒരുക്കലിലോ മരങ്ങൾ സംരക്ഷിക്കുന്നതിലോ ഹരിതാപം നിലനിർത്തുന്നതിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പരിസ്ഥിതി ദിന ആചാരങ്ങളും പരിസ്ഥിതി സംരക്ഷണവും. നാം ജീവിക്കുന്ന ചുറ്റുപാട്, നാം ദിനേന കാണുന്ന ഈ ചുറ്റുപാടും അന്തരീക്ഷവും എല്ലാം നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഈ മണ്ണ്, ഇവിടുത്തെ മണ്ണ്, വായു, ശബ്ദം എല്ലാം പരിസ്ഥിതിയുടെ ഭാഗമാണ്. നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ഇതര ജീവജാലങ്ങൾ, ഇവിടുത്തെ വെള്ളം, അങ്ങനെ ഭൂമിയിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ഘടകങ്ങളും പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്നാണ് നാം പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു മരം നട്ടതുകൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷണമാവുകയില്ല എന്നും നമ്മളൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത് പരിസ്ഥിതിയെ നശിപ്പിക്കലാണെന്നും നാം ഒരു ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കുന്നതും പരിസ്ഥിതി നശീകരണമാണെന്നും അതും പരിസ്ഥിതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യലാണെന്നും അങ്ങനെ നമ്മൾ അമിതമായി ശബ്ദമുണ്ടാക്കുന്നത് ശബ്ദമലിനീകരണമാണെന്നൊക്കെ നാം മനസ്സിലാക്കിയാൽ മാത്രമേ പരിസ്ഥിതി സാക്ഷരത നാം ആർജിക്കുകയും യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷണ അവബോധത്തിലേക്ക് നാം വളരുകയും ചെയ്യുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൻ്റെ പരിസ്ഥിതി സംരക്ഷണ മാർഗ്ഗങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ജലസംരക്ഷണത്തെക്കുറിച്ച്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്ന സന്ദർഭമായിരുന്നു. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇത്ര അമിതോപയോഗം പാടുണ്ടോ മുആദ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് വുളൂയിലും അമിതോപയോഗമുണ്ടോ എന്നാണ്. അത് ചോദിക്കാൻ കാരണം വുളൂ എന്ന് പറയുന്നത് ഇസ്ലാമിലെ പ്രധാന കർമ്മമായ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇബാദത്താണ്, ഒരു കർമ്മമാണ്. അതിൽ പോലും ജലം ഉപയോഗിക്കുന്നത് അമിതമാണോ എന്ന ആശങ്കയാണ് മുആദ് റളിയല്ലാഹു അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുന്നത്. അപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി നമ്മെ ആശ്ചര്യപ്പെടും. അതും അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ജലത്തിനൊന്നും ഇന്നത്തെ അത്ര ക്ഷാമം ഉള്ള ഒരു കാലമല്ല, എന്നിട്ട് പോലും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുന്നത് ഒഴുകുന്ന നദിക്കരികിൽ ആണെങ്കിൽ പോലും ജലം ഉപയോഗിക്കുന്നത് അമിതമാവാൻ പാടില്ലെന്നാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുന്നത്. കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള തിരുനബിയുടെ അധ്യാപനം. കാരണം അവിടുന്ന് ഒളൂ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഒരു മുദ്ദ് വെള്ളമാണ്, അഥവാ 800 മില്ലി ലിറ്റർ. അവിടുന്ന് കുളിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഒരു സ്വാവ് വെള്ളവും, അഥവാ സുമാർ 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. ഇങ്ങനെ വിശ്വാസിക്ക് വേണ്ട ഗുണപാഠങ്ങൾ ജലസംരക്ഷണത്തിൻ്റെ ഭാഗത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റനവധി ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. ജലം മലിനീകരിക്കരുതെന്നും ജലത്തിൽ മലമൂത്ര വിസർജനം നടത്തരുതെന്നും അങ്ങനെ ഒട്ടനവധി നമ്മുടെ അടുത്തുള്ള ജലം നമ്മുടെ അവലിവാസിക്ക് അവകാശപ്പെട്ടതാണെന്നും ഒക്കെയുള്ള ഒരുപാട് തിരുനബി അധ്യാപനങ്ങൾ നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂഇനും കുളിക്കുമൊക്കെ ഉപയോഗിച്ച ജലത്തിൻ്റെ കണക്ക് നാം ഇവിടെ കണ്ടു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വുളൂഇന് വേണ്ടിയും കുളിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നാം എത്ര ജലമാണ് ഉപയോഗിക്കുന്നതെന്ന്? നമ്മളത് ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ജലദൗർലഭ്യം എന്ന സംഭവം നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല എന്നാണ്. വല്ലപ്പോഴും ഒരു വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കുറയുമ്പോൾ നാം ചില ക്രമീകരണങ്ങൾ നടത്തുമെന്നല്ലാതെ ആത്യന്തികമായ ഒരു ജലദൗർലഭ്യത്തെക്കുറിച്ചുള്ള ഒരവസ്ഥ നാം അനുഭവിച്ചിട്ടില്ല എന്നതാണ് നാം എത്ര വെള്ളമാണ് കുടിക്കാനും കുളിക്കാനും അംഗസ്നാനം ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയാതിരിക്കാൻ കാരണം. നേരത്തെ പറഞ്ഞല്ലോ ബാംഗ്ലൂർ നഗരത്തിൽ അനുഭവപ്പെട്ട ജലക്ഷാമം എന്ന് പറയുന്നത്. കർണാടകയിലെ മറ്റെല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന ജലത്തേക്കാൾ എത്രയോ കൂടുതലാണ് ബാംഗ്ലൂർ നഗരത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്നാണ് ഇന്ത്യയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ കണക്ക്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ തലസ്ഥാന നഗരിയായ ചെന്നൈയിൽ ഒരു ദിവസം ഫ്ലഷ് ചെയ്ത് മാത്രം കളയുന്ന വെള്ളം നീലഗിരി ജില്ലയിലെ, തമിഴ്നാട്ടിലെ തന്നെ നീലഗിരി ജില്ലയിലെ കൂനൂരിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന ജലത്തേക്കാൾ എത്രയോ കൂടുതലെന്നാണ് മറ്റൊരു കണക്ക്. ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഒരുപാട് ജലം കണക്കില്ലാതെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അതെല്ലാം ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ പരിമിതപ്പെടുത്തി വെക്കാനും വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും നമുക്ക് സാധിക്കുമെന്നത് നാം മറക്കല്ലേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി നാം പലപ്പോഴും കേൾക്കാറുള്ള മറ്റൊരു ഹദീസാണ്, അന്ത്യനാൾ ആസന്നമായ സമയത്താണെങ്കിൽ പോലും കയ്യിലുള്ള ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഒരു വിത്ത് നിങ്ങൾ മണ്ണിൽ നടണമെന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ കൃഷിക്കും അതുപോലെ ചെടി നടുന്നതിനും മരം നടുന്നതിനും ഇസ്ലാം വളരെയേറെ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. വൃക്ഷം നടുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത് കേവലം ഭൗതികമായ ഗുണങ്ങൾ മാത്രമല്ല. നാം മരങ്ങൾ നടാറുള്ളത് ഒന്ന് ഫർണിച്ചറിന് വേണ്ടിയാണ്, അതിലുള്ള കായ്ക്ക് വേണ്ടിയാണ്, അതിലുണ്ടാവുന്ന പൂവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾക്കൊക്കെ വേണ്ടിയാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരം നടുന്നത് ഈ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളൊരു മരം നട്ട് അതിൽ നിന്നൊരു പൂവുണ്ടായി, ഒരു കായുണ്ടായി, ഒരു ഇലയുണ്ടായി, അതിലുണ്ടാവുന്ന എല്ലാ വസ്തുക്കൾക്കും, അത് മറ്റേതു മൃഗം ഭക്ഷിക്കട്ടെ, മറ്റേതു ജീവി ഭക്ഷിക്കട്ടെ, നാം കാണാതെ സൂക്ഷ്മജീവികൾ അതിൽ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കട്ടെ, അതിലുള്ള ഏത് കാര്യത്തിനും എന്തെല്ലാം ജീവികൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ എന്തെല്ലാം ജീവികൾ അതിൽ നിന്ന് ഉപകാരമെടുക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം ഈ മരം നട്ട വ്യക്തിക്ക് ലഭിക്കുമെന്നാണ് ഇസ്ലാമിക അധ്യാപനം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വൃക്ഷം നടുക എന്നതും കൃഷി നടത്തുക എന്നതും ഒരു ഭൂമിയിൽ വിത്തിറക്കുക എന്നതെല്ലാം കേവലം ഭൗതികപരമായ ഗുണങ്ങൾ മാത്രമല്ല, അവൻ്റെ പാരത്രിക ലോകത്തേക്ക് മുതൽ കൂട്ടാവുന്ന ഒരു സമ്മാനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനത്തിലെല്ലാം നാം ഇത്തരം നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ വിശ്വാസിയുടെ ഒരു ദൗത്യമാണ് എന്ന നിയത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം അറിയാതെ തന്നെ നമുക്ക് ഒട്ടേറെ പ്രതിഫലങ്ങൾ ലഭിക്കുമെന്ന് നാം ഒരിക്കലും മറക്കരുത്. കൃഷിയെയും കാർഷിക വൃത്തിയെയും ഇസ്ലാമിക സംസ്കാരങ്ങളും ഖിലാഫത്തുകളും വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ദീർഘിപ്പിച്ച് തോട്ടം പരിപാലകരായ കർഷകർക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാർഷിക വൃത്തിക്ക് താമസം വൈകിപ്പിച്ച മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നടപടിയെ നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ മുആദ് എന്ന് പറഞ്ഞാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വന്ന ഖലീഫമാരും മറ്റു അമീറുമാരുമെല്ലാം കാർഷിക വൃത്തിക്ക് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുകയും വിവിധ സംരക്ഷിത മേഖലകളിൽ തങ്ങളുടെ സാമ്രാജ്യത്തിന് കീഴിൽ പണി കഴിപ്പിക്കുകയും അവിടെ പച്ചപ്പ് പകരാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ സ്വർഗീയ സങ്കല്പങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സ്വർഗത്തിൽ ഇത്ര അധികം ആരാമങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട്, തേനൊഴുകുന്ന പാലൊഴുകുന്ന നദികളുണ്ട് എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ സ്വർഗീയ സങ്കല്പങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സ്വർഗീയ സങ്കല്പങ്ങൾ വളരെയധികം പാരിസ്ഥിതികമാണെന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് വരുന്നൊരു തലമുറ ആഗ്രഹിക്കുന്നത് പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് എന്നതാണ്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, അത്യാഡംബര സൗകര്യങ്ങളുള്ള നഗരങ്ങളിൽ നിന്നെല്ലാം മനുഷ്യൻ ചേക്കേറുന്നത് പ്രകൃതി സൗകര്യങ്ങളുള്ള, പ്രകൃതി രമണീയമായ കാഴ്ചകളുള്ള നഗരങ്ങളിലേക്കാണ്. അവരുടെ ഒഴിവു ദിനങ്ങളിൽ അവർ എത്തുന്നതും ചേക്കേറുന്നതും. കാലമെത്ര പുരോഗമിക്കുമ്പോഴും കാലമെത്ര വികസിക്കുമ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ഒരു ത്വര അമിതമായി വരികയാണെന്നതാണ് ആധുനിക പഠനങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവസാന നാളുകളിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയിലേക്കുള്ള മടക്കമാണെന്നും അത് ഇസ്ലാമിൻ്റെ സ്വർഗീയ സങ്കല്പങ്ങളുടെ ഒരു കാലികതയെ വിളിച്ചോതുന്നുണ്ടെന്നും അത്തരമൊരു വായന ഇസ്ലാമിൻ്റെ പരിസ്ഥിതി സങ്കല്പങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാട്
നമ്മുടെ പൊതുവഴികൾ, ആരാധനാലയങ്ങൾ, വീടുകൾ, നമ്മുടെ ഓഫീസുകൾ തുടങ്ങി നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ പരിസ്ഥിതി അധ്യാപനങ്ങളിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അബൂ ബർസ എന്ന് പറയുന്ന സ്വഹാബി ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങേക്ക് ശേഷം ജീവിച്ചിരിക്കുമോ അതോ മരണപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തന്നാലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത് ഏതാനും ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനുശേഷം വഴിയിൽ നിന്ന് ഉപദ്രവം തടയുക എന്നതാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം തടയുക എന്നതുപോലുള്ള സമാനമായ മറ്റനവധി ഹദീസുകൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം നമ്മുടെ പൊതുവഴികളിലും പൊതു ജലാശയങ്ങളിലും നദികളിലും കുളങ്ങളിലുമെല്ലാമുള്ള മാലിന്യങ്ങളാണ്. പലപ്പോഴും നാം തന്നെയാണ് അതിന് കാരണമാവുന്നതെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ചെറിയ ചെറിയ മാലിന്യങ്ങൾ, നാം നിക്ഷേപിക്കുന്ന ചെറിയ ചെറിയ മാലിന്യങ്ങളാണ് വലിയ മാലിന്യ കൂമ്പാരങ്ങളായി മാറുന്നതും അതൊരു സാമൂഹിക പ്രശ്നമായി മാറുന്നതും. ഓരോരുത്തരും കൃത്യമായി അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഇടം നമുക്ക് തന്നെയുണ്ട്. അതിനുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ സർക്കാർ തലത്തിലും മറ്റും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ നാം അതിനൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ നാം മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കഴിയുന്നവരാണ് നല്ലൊരു വിശ്വാസി എന്ന പാഠം നാം എപ്പോഴും കാണാറുണ്ട്. ആരെയും ദ്രോഹിക്കാതെ നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങളും മറ്റും ഓരോരുത്തരെയും നമ്മുടെ ചുറ്റുമുള്ള ജനതയെയും ജീവജാലങ്ങളെയും ദ്രോഹിക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രധാന കർമ്മമായ പരിസര ശുചിത്വത്തിന് നാം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, ശബ്ദമലിനീകരണം ലോകം ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നമാണ്. വലിയ ഉച്ചഭാഷിണികളും DJ പോലുള്ള വലിയ പ്രോഗ്രാമുകളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ വളരെയേറെ പ്രയാസപ്പെടുന്ന രോഗികളും മുതിർന്നവരുമുണ്ട് എന്ന് നാം മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൽ നാം പലപ്പോഴും ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ള ഇതര ജീവജാലങ്ങൾ. നമ്മുടെ പരിസരങ്ങളിലുള്ള പല ജീവികളെ നാം പലപ്പോഴും കാണാറുണ്ട്. ഒരു രസത്തിന് ആയെങ്കിൽ പോലും നാം അവയെ പലപ്പോഴും കല്ലെടുത്തെറിയാറുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റാണെന്നും അതെല്ലാം മറ്റു ജീവജാലങ്ങളെ ദ്രോഹിക്കുകയാണെന്നും നാം മനസ്സിലാക്കണം. നമ്മളെല്ലാം പലപ്പോഴും കേട്ട രണ്ടു കഥകളാണ്, രണ്ടു ചരിത്രങ്ങളാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെച്ച ഹദീസുകളിൽ ഉൾപ്പെട്ട സംഭവമാണ് വിശന്നു വലഞ്ഞ ഒരു നായയ്ക്ക് ഒരു കിണറിൽ നിന്ന് വെള്ളം മുക്കി കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗാവകാശിയായ ഒരു സ്ത്രീയുടെ കഥ. മറ്റൊന്ന്, വിശന്നു വലഞ്ഞൊരു പൂച്ചയ്ക്ക് ഭക്ഷണം നൽകാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകാവകാശിയായ ഒരാളുടെ കഥയും ഒരാളുടെ സംഭവവും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മോട് പങ്കുവെക്കുന്നത് ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ഇതര ജീവജാലങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്നും അവയെല്ലാം അതിൻ്റേതായ താളത്തിൽ കൊണ്ടു നടക്കണമെന്നുമാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ലോകം ഇത്രയധികം ചർച്ച ചെയ്യുന്ന ഈ നൂറ്റാണ്ടിൽ 2012 ഓസ്ട്രേലിയയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കുടിവെള്ള കമ്പനി തങ്ങളുടെ 250 മില്ലി ഓരോ കുടിവെള്ള ബോട്ടിലിലും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്, ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഇഫ് യു വെയർ അറ്റ് എ റണ്ണിങ് സ്ട്രീം എന്ന്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെച്ച ഹദീസാണ് നാം ഇവിടെ കണ്ടത്. ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും പരിസ്ഥിതിയിലെ വിവിധ ഘടകങ്ങളായ ജലം, മണ്ണ്, വായു, ശബ്ദം, സഹജീവികൾ തുടങ്ങിയ ഓരോ ഘടകത്തെയും അതിനർഹിക്കും വിധം എന്ത് പ്രാധാന്യമാണ് ഭൂമിയിൽ കൊടുക്കേണ്ടതെന്നും അവയുടെ സംരക്ഷണം എങ്ങനെയാണ് വിശ്വാസി എന്ന നിലയിൽ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടതെന്നും കൃത്യമായി തന്നെ ഇസ്ലാമിക ചരിത്രങ്ങളും പ്രവാചക അധ്യാപനങ്ങളും ഖുർആനുമെല്ലാം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അവയെല്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ്. അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ഇസ്ലാമിൻ്റെ പരിസ്ഥിതി സംരക്ഷണ മാർഗങ്ങളെ അടുത്തറിയാനും കൂടുതൽ ആഴങ്ങളിലേക്ക് ഗവേഷണങ്ങൾ നടത്താനും പരിശോധിക്കാനും നാം തയ്യാറാവുകയും നമ്മുടെ നിത്യജീവിതത്തിൽ അവയ്ക്ക് ഇടം നൽകുകയും വേണമെന്ന് നാം മനസ്സിലാക്കുക. വരുന്ന നാളുകളിൽ നാം ജലം ഉപയോഗിക്കുമ്പോൾ അത് അമിതമാകാതെ സൂക്ഷിക്കുകയും കഴിയാവും വിധത്തിൽ ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തുകയും ഇതര ജീവജാലങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും വായുമലിനീകരണം, ശബ്ദമലിനീകരണം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ അടുത്ത തലമുറക്ക് കൂടെ സുഖമായി ജീവിക്കാനുള്ള
അവസരം ഭൂമിയിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തീർച്ച. അസ്സലാമു അലൈക്കും.